വില കുറവുള്ളതുകൊണ്ടേ കുറച്ച് സ്വർണ്ണം വാങ്ങാം. വിലക്കുറവായതുകൊണ്ട് സ്വർണ്ണം നമുക്ക് നാളെ വാങ്ങാം. അത് യൂട്യൂബിൽ വേണ്ട സ്വർണ്ണം എടുത്തിട്ട് നാളെ. അതാണ് സാധനം കേട്ടോ. ഇതാണ് സാധനം. ചെറിയൊരു ക്യാമറ ഒക്കെ ഉണ്ട്. പിന്നെ ഹലോ ചങ്ങായിമാരെ, എന്താ വർത്താനോ? സുഖല്ല ചിയ? സുഖം? ഞാൻ പറഞ്ഞൂടാ എനിക്ക് സുഖല്ലേ? ആ കുഞ്ഞുമോളെ എന്റെ സൗണ്ട് ഒന്നും പൊന്തണേ അല്ല കേട്ടാ. ആ മൈക്കൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ പോട്ടെ. ഇന്നലെ ഞങ്ങളൊരു ടൂറിലേനില്ലേ? എന്തായാലും മൈക്കൊക്കെ ഉള്ളതല്ലേ? ഞാൻ പഴയ ആളല്ലേ. എന്തായാലും മൈക്കൊക്കെ അപ്പൊ നമ്മളെ മൈക്ക് ഇതാണ് കേട്ടാ. എന്തൊക്കെയാണ് സാധനം? എത്ര മൊമെന്റ് എത്ര ആൾക്കാർക്ക് കുറിച്ചാണ്. ഇതാണ് നമ്മള് വാങ്ങിയത് മൈക്ക. അപ്പൊ വലിയ വലിയ ആൾക്കാരേക്കുള്ള മൈക്കൊന്നുമല്ല, ഞങ്ങൾ ചെറിയ ചെറിയ ആൾക്കാരല്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മൈക്കാണ് അല്ലേ? പക്ഷെ ഞങ്ങൾ 2 മൈക്കണം കളിച്ചിട്ടൊന്നുമല്ല. ആ കളിയാണ്ട് എടുത്തി കളി 2 എന്തുകൊണ്ട്. പിന്നെ അതിന്റെ മേലെ കണ്ടാ വയറ്, ചാർജർ ഇല്ല, വയറുള്ളൂ വയറ്. അപ്പൊ നമ്മള് ഇത് കണക്ട് ചെയ്യട്ടാ. ഇതാണ് സാധനം. ഇതൊന്ന് പിടിച്ചാ നമ്മളെ ഫോണ്. ഞാന് ഒന്ന് ആയി നോക്കട്ടെ. ഓ ഓ പള്ളിക്കല്ല മുക്കലൊന്നും അല്ല. ഹലോ ഹലോ, അത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളെ മുന്നിൽ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാം അല്ലേ? അത് വേണ്ട, അത് ഐഫോണാണ്. നമ്മളെ ഐഫോൺ ഒന്നല്ല. ഫോൺ അല്ലല്ലോ നമ്മ അത്. അപ്പൊ ഈ കുന്തം കൊണ്ടേക്കാണ് ഇതിമ കുത്താനാ പറഞ്ഞിട്ടാ. അപ്പൊ നമ്മള് ഒരു വട്ടം ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അല്ലോ അല്ലോ ഇതെങ്ങനെയാണ്? അപ്പൊ നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ? ഇത് ഓണാക്കട്ടെ. അങ്ങനെ തൊള്ളയിലൊന്നും കൊണ്ടോ. അപ്പൊ എന്താ പാട് എന്നുള്ളതൊക്കെ നിങ്ങൾ പറയട്ടാ. ഞാൻ ഇത്രയും വിട്ട് വന്ന് നിന്നിട്ടാണ് ഇത് പറയണ്ടത്. അപ്പൊ എന്താണ് അവസ്ഥ എന്നൊക്കെ പറയാം. വോയിസ് ഒക്കെ ക്ലിയർ ആവണുണ്ടോ, എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവണുണ്ട് എന്നൊക്കെ പറയാം. ഫ്രണ്ടൊക്കെ എത്തിയിട്ട് പറയണ മാതിരി കുറച്ച് അങ്ങോട്ടൊക്കെ പോയി സംഭവമായിട്ടാ പറഞ്ഞത് നമ്മളെ. എന്റെ മൈക്ക് ഇപ്പോഴും ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഞങ്ങളെ മൈക്കിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. അത് വാങ്ങിയത് നമ്മളെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെയാണ് നമ്മള് ഈ മൈക്ക് വാങ്ങിയത് കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഇതിന്ന് കിട്ടിയതുകൊണ്ട് ഇതിക്ക് തന്നെ അല്ല ഒന്ന് ഡെവലപ്പ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാല് ടൂറ് പോയി. ഇന്നലെ ഞായറാഴ്ച ആയിട്ട് നമ്മൾ സുബിക്ക് എത്ര മണിക്ക് പോയിക്കോളൂ അവിടുന്ന്? ഒരു 3 മണി 3:30 സമയത്ത് പോയി. അപ്പൊ നമ്മളെ പെങ്ങളും മക്കളും കുട്ടികളും എല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കൂടി ഒരു 10 ആളല്ലേ? ചെറ്റക്കറിയ പാട്ടറിയോ? മൈക്കൊക്കെ ഏതെങ്കിലും ഒരു പാട്ട് എന്നാ പാടും. നമ്മളെ പാട്ടാണ്. പാടണ്ടേ പാടിക്കോട്ടാ. എന്നാ ഇനി ഉണ്ടാക്കട്ടോ. ഇനിയിപ്പോ പാടരുത്. ഇനിയിപ്പോ പാടണ്ടേ. ഞങ്ങളെ ഞങ്ങൾ പോയി ട്രാവലറിലാണ് പോയത്. ഞങ്ങൾ ഏകദേശം ഒരു 10 ആൾക്കാരുടെ ഉണ്ടായിരുന്നു. കാലാട്ടല്ലേ കുട്ടി. ഒരു 10 ആൾക്കാരുടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഊട്ടിക്കാണ് പോയത്. അപ്പൊ 1 ഡേ ട്രിപ്പേ പറ്റുള്ളൂ. എനിക്കും അളിയനക്കും ഒക്കെ സ്കൂൾ ട്രിപ്പ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് സ്കൂൾ ട്രിപ്പ് ഉള്ളതുകൊണ്ട് രാവിലെ 7 മണിക്കും 7:30 ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്താണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് രാവിലേക്കൊക്കെ ഇവിടെ എത്തി. പിന്നെ ഇതാക്കണേ ഇവള് എല്ലാരും മുഖമൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇവള് പിന്നെ പെങ്ങളെ മോള് അങ്ങനെ കുറെ ആൾക്കാര് പറ്റ അവശരായിന്. പോകുമ്പോഴും അവിടുന്ന് പോരുമ്പോഴല്ല പ്രശ്നം. മെയിനായിട്ട് ചുരം ഇറങ്ങി ഇങ്ങനെ വന്നപ്പോ എനിക്ക് എല്ലാവർക്കും ഇതായി. പിന്നെ സാധാരണ ഞാന് വണ്ടിയായിട്ട് ട്രിപ്പും കാര്യമൊക്കെ പോകണ്ടാണ് ആൾക്കാരായിട്ട്. ഞാനും പറ്റ അവശരായി. സാധാരണ രീതിയിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ ഒന്ന് ശ്രദ്ധിക്കലുണ്ട്. കാരണം എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമൊന്നുമല്ലോ. അപ്പൊ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കലൊക്കെ ഞങ്ങള് ഒന്ന് ശ്രദ്ധിക്കലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ നമ്മൾ തന്നെ അല്ലേ വെച്ചിട്ട് ബില്ലുമില്ലല്ലോ, അടിച്ചാടി കയറ്റി ബിരിയാണി. വൈകുന്നേരം ഒരു അരിവയ്ക്കൂല 8 ആകുമ്പോ അടിച്ചാടി കയറ്റി ആ ബിരിയാണി. അതോടുകൂടി എനിക്ക് എന്തൊക്കെയാ അറിയില്ല, കാല് വിറക്കുക, നെഞ്ഞിടിക്കുക, തലവേദന, തലമാറ്റി കനൊക്കെ കൂടി എന്തൊക്കെ ആയി. വണ്ടി ഓടിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥ.
കൊറേ സ്ഥലത്ത് സൈഡാക്കൂല, സൈഡാക്കി ഏകദേശം ഒരു 11:45 12 മണിക്ക് എത്തേണ്ട ആൾക്കാർ 1:45 2 കഴിക്കുന്ന നാട്ടിലെത്തിയപ്പോ അതിന്റെ പൊട്ടിയാണ് അങ്ങനെ കരിയില് കിടന്നപ്പോഴാണ് 2:45 1:45 കഴിക്കണ് കിടന്നപ്പോ. അപ്പൊ എന്തായാലും ഇപ്പോഴും അതിന്റെ റെഡി ആയിട്ടില്ല. അതിന്റെ ഷോർട്സ് ഒക്കെ ഉണ്ട്, അപ്പൊ ഇട്ടുണ്ട്. പറ്റിയൊന്ന് ഒരു സെറ്റ് ആക്കാൻ ഒരു വിധം പറ്റുന്നുണ്ടെങ്കിൽ സെറ്റ് ആയിക്കാണ്ട് ചെറിയ രീതിയിലെങ്കിലും ആ വീഡിയോ ഇടും. പിന്നെ എല്ലാരും വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മള് വീഡിയോ അല്ലെ മെനക്കെടഞ്ഞത്. അതായത് നിങ്ങൾക്ക് ഒറിജിനാലിറ്റി കാണിക്കാൻ പറ്റൂല, നമ്മൾ അവിടെ ഒഴിവാക്കണം, ഈ ഒരു ഭാഗം ഒഴിവാക്കണം. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്, അതുകൊണ്ടാണ് കാണിക്കാൻ. പിന്നെ ഇത് നമ്മള് യൂട്യൂബിന്റെ പൈസ കൊണ്ട് വാങ്ങിയെന്ന് പറഞ്ഞില്ല, എന്ന പോലെ തന്നെ ഒരു സാധനം കൂടി ഞങ്ങൾ യൂട്യൂബിന്റെ പൈസ കൊണ്ട് വാങ്ങുന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കും. ഞാനിപ്പോ വാങ്ങാൻ പോകട്ടെ. ഈ ഒരു സംഭവം അല്ല, ചെറിയ ഒരു യൂസിങ്ങിനാണ് ഞാൻ വാങ്ങുന്നത്. അപ്പൊ എന്താന്നുള്ളതൊക്കെ ചെയ്യാ നമുക്ക് പറയാം. വെയിറ്റ് ആക്കറൗട്ടല്ല, മനസ്സിലായില്ലേ? ഇത് കൂട്ടിക്കോ, പക്ഷെ എനിക്കറിയില്ല. അത് കേട്ടല്ല, അത് മൈക്ക് എടുത്താക്കാൻ വേണം. കൊണ്ട ഇതൊക്കെ മൈക്ക് കൂറ തിന്നും, ഈ മൈക്കിന്റെ സ്പോഞ്ച് കൂറ തിന്നും, പിന്നെ മൈക്ക് ഉണ്ടാവില്ല. അപ്പളേ ഞാൻ ആ സാധനം വാങ്ങാൻ വേണ്ടിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ പോയി വന്നിട്ട് അത് കാണിക്കല. ഇപ്പൊ ടൂറിന്റെ വിശേഷം ഇതാണ്. എന്തോ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ, വന്നോക്കെ നമുക്ക് കാണണേ. സർപ്രൈസ് അല്ല, ഡ്രോണാണ്. സ്വർണ്ണം നമുക്ക് നാളെ വാങ്ങാം. അത് യൂട്യൂബർമാരെ സ്വർണ്ണം എടുക്കുന്നത് നാളെ അതാണ് സാധനം കേട്ടോ. ഇതാണ് സാധനം. ചെറിയൊരു ക്യാമറ ഒക്കെ ഉണ്ട്. പിന്നെ അത്രയും ചെറിയൊരു വിലന്റാണ്. ഡ്രോണ് എന്നൊന്നും പറഞ്ഞിക്കാണ്ട് സംഭവമുള്ള ഡ്രോണൊന്നല്ല, ചെറിയൊരു സാധനം. നമ്മളൊരു ആഗ്രഹത്തിന് ഇങ്ങനെ പറിച്ചൊക്കെ നോക്കാതിട്ട് വാങ്ങിയിട്ടാ. ഉപകാരപ്പെടും അതൊന്നും നമുക്കറിയില്ല. എന്തായാലും നോക്കിയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇന്നിപ്പോ ഇത് പറത്തി കാണിച്ചിട്ടല്ലോ, കാരണം ഇത് ഫിറ്റ് ചെയ്യാണ്ട്, ഇതിന്റെ സ്പെയറും കാര്യങ്ങളൊക്കെ വെക്കാണ്ട്. എന്തായാലും അതിന് പറത്താൻ കഴിയോ, ഇത് പറക്കുവോ ഒക്കെ നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളോട് അതിന്റെ പേരല്ല മൈക്ക് വെച്ചുകൊണ്ടുള്ള ഭാഗം കുറച്ച് അറിയില്ല. അതെന്താ സംഭവിച്ചാലേ ഫസ്റ്റ് ആയിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഇറക്കി, അതന്നെ എന്റെ പ്രശ്നം. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ ഇറക്കി. അപ്പൊ അതുകൊണ്ട് വന്നതാണ്. എന്തായാലും അപ്പൊ അതുകൊണ്ട് വന്നതാണ്. എന്തായാലും നമുക്ക് അടുത്തത് പരിഹരിക്കാം. അപ്പൊ എന്തായാലും വീഡിയോ എന്റെ പേര് തരാം. ഈ പെട്ടി ഇതൊന്നും തരൂല. അപ്പൊ എന്തായാലും വീഡിയോ എന്റെ പേര് തരാം. നിങ്ങൾ എല്ലാവരും പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ഒന്നും ചെയ്യണ്ട. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കട്ടോ. ഇൻഷാല്ലാ ഡ്രോൺ കൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ വരും എന്ന് പ്രതീക്ഷിക്കാം, ഇത് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ബൈ ബൈ ബൈ.